ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കലും കൂടി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ്. നമ്മൾ പണ്ട് സിനിമകളിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മൾ കോലൊക്കെ വെച്ചിട്ട് നമ്മളൊരു തീയിൽ ചുട്ട ഒരു ടർക്കി കോഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പണ്ട് ചിക്കനൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു 6 കിലോ ഉള്ള ടർക്കി കോഴിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് കുറച്ച് ദിവസമായി നമ്മുടെ ഫ്രീസറിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അവനെയാണ് നമ്മളിന്ന് പൊരിച്ചടക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കതൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ എല്ലാ അപ്ലോഡ്സും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഈ 6 കിലോ ഉള്ള ടർക്കിനെയാണ് നമ്മളിന്ന് പൊരിച്ചടക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ ഇവനെ വിനാഗിരിയിലൊന്ന് വാഷ് ചെയ്തെടുക്കാം. കാരണം ഒരു ചെറിയ സ്മെല്ലുണ്ടാവും ടർക്കിക്ക്. അപ്പോൾ അതൊന്ന് പോകാനായിട്ട് നമുക്ക് നല്ല വൈറ്റ് വിനാഗിരി എടുത്തിട്ട് അതൊന്ന് വാഷ് ചെയ്തിട്ട് ഒന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അരപ്പൊക്കെ ഒന്ന് പരട്ടി നമുക്ക് റെഡിയാക്കി എടുക്കാം. അതുപോലെ നല്ല ഒന്ന് കഴുകി കൊടുക്കണേ. നമ്മുടെ ചെറിയ എന്തെങ്കിലും മണമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊക്കോളും. ഇനി നമുക്കൊരു വെള്ളത്തിലൊന്ന് കഴുകിയിടാം. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവനെ മാരിനേറ്റ് ചെയ്യാനാണ്. മാരിനേറ്റ് ചെയ്ത് നമ്മൾ ഓവർനൈറ്റാണ് വെക്കാൻ പോകുന്നത്. നമ്മൾ ഒരു 10-12 മണിക്കൂറിൽ നമുക്ക് ഇവനെ അങ്ങോട്ട് വെച്ചാലാണ് നമുക്ക് ഇവനെ ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ. നമുക്കൊരു 100 ഗ്രാം വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം, ഒരു 50 ഗ്രാം ജിഞ്ചർ പേസ്റ്റ് ആക്കണം, 1 കപ്പ് തൈര്, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ പപ്രിക്കയോ മുളക് പൊടിയോ നമുക്ക് ഉപയോഗിക്കാം, പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ മസാല. അത് MDHൻ്റെ മസാല ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഫ്രഷ് മസാലയോ അല്ലെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന മസാല ഉപയോഗിക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ജീരകം, ഒരു 1.5 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 5 ടേബിൾ സ്പൂൺ വൈറ്റ് വിനാഗിരി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നമ്മളൊന്ന് മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നല്ല ബ്ലെൻഡ് ചെയ്ത് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇവനെ വരഞ്ഞൊന്ന് തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കാം. ആ തൈസും കൂടി ഒന്ന് വരയാണെങ്കിൽ നല്ല. ഇത് നമ്മുടെ നാട്ടിൽ കൽക്കന്ന എന്നാണ് അറിയപ്പെടുന്നത്. കാരണം എനിക്ക് കറക്റ്റ് അറിയത്തില്ല, പല സ്ഥലങ്ങളിൽ പല പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഫേമസ് താങ്ക്സ് ഗിവിംഗ് ഡേക്കാണ്. ഏറ്റവും കൂടുതൽ ടർക്കിയാണ് ഇവിടെ കുക്ക് ചെയ്യുന്നതെന്ന്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ, എന്നാലാണ് അതിൻ്റെ ടേസ്റ്റാണ് കിട്ടുള്ളൂ. ഇനി നമുക്ക് പിന്നെ ഒന്ന് ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ. ഇതുപോലെ നമ്മളൊരു നൂൽക്കമ്പി എടുത്തിട്ട് ആ 2 കാലും ഒന്ന് കൂട്ടിക്കെട്ടണം. എന്നാൽ മാത്രം, അല്ലെങ്കിൽ അത് തൂങ്ങി തീയിലേക്ക് കിടന്നിട്ട് അത് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്.
ഞാനിവിടെ ഒരു 2 ബെൽ പെപ്പർ 2 സൈഡിലായിട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ അത് നിർബന്ധമില്ലാത്ത കാര്യമാണ്, ഞാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ മാത്രം അങ്ങനെ ചെയ്താൽ മതി. ഇതുപോലെ നമുക്ക് കമ്പി ഒന്ന് കെട്ടി കൊടുക്കണം. നമ്മുടെ ചിറകൊക്കെ താഴേക്ക് തൂങ്ങി കിടക്കാതിരിക്കാനായി നമുക്ക് കമ്പിയൊക്കെ ഒന്ന് കെട്ടി കൊടുക്കാം. ഇപ്പോൾ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് പതിയെ ഒന്ന് കറക്കി വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എന്താ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭാഗം തന്നെ ഇരുന്ന് വെന്തു പോകും. അപ്പോൾ അതങ്ങനെ കറക്കി കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തും നന്നായിട്ട് വേവ് കിട്ടും. ആ ജ്യൂസൊന്നും വറ്റിപ്പോകാതെ നമുക്ക് നല്ല ടേസ്റ്റി തന്നെ അതങ്ങോട്ട് കിട്ടും. ഞാനിപ്പോൾ ഇതൊരു 3-3.5 മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പാകമായിട്ടുണ്ട് അത്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ പിള്ളേരെ ഒന്ന് വിളിക്കാം. അപ്പോൾ അവരൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് പറയാം. പക്ഷേ വളരെ ടേസ്റ്റി ആയിരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. കാരണം ആ മസാലയൊക്കെ നിങ്ങൾ ഇതേപോലെ തന്നെ പരട്ടാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും, നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വീടുകളിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളല്ലേ. നമ്മുടെ ഇപ്പോൾ നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ, നമ്മൾ ഈ വെറുതെ ഒരു കോലൊക്കെ വെച്ച് കെട്ടി നമ്മളൊരു കമ്പി കഷ്ണം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് വീട്ടിൽ തന്നെ. അപ്പോൾ ഈ ടർക്കി കിട്ടാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഈ സെയിം മസാല തന്നെ ഉപയോഗിച്ച് നമുക്ക് കോഴി ആയാലും ഗ്രില്ല് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ രാത്രി 9 മണി അടുത്ത് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കഴിക്കാം. ഇവർക്കൊക്കെ ഒന്ന് പങ്കുവെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ കെട്ടിയ കമ്പിയാണ്. നിനക്ക് വേണോടി, അപ്പൊ തരാട്ടാ. നല്ല കിടു ടേസ്റ്റ് ആണ് കേട്ടോ.